അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് തിയറമാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോ ആ തിയറം പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടെൻഡ്സ് ടു നോർമൽ when n is very large. ഒന്നാമത്തെ കണ്ടീഷൻ n is very large, and the second one p or q neither p nor q is very small. Neither p nor q is very small. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്തിലേക്ക് ടെൻഡ് ചെയ്യും? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടെൻഡ്സ് ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രൂഫിലേക്ക് പോവാം. അപ്പൊ ലെറ്റ് x is a binomial distribution with n, p by the definition. Therefore f of x is equal to ncx p raised to x q raised to n minus x, comma x is equal to 0, 1, 2, 3, etc. n. അപ്പോൾ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് x എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് x is equal to np, വേരിയൻസ് ഓഫ് x is equal to npq, and mx of t, mgf. mx of t is equal to q plus p e raised to t all raised to n. q plus p e raised to t all raised to n. Define. ഞാനൊരു പുതിയ വേരിയബിൾ z ഡിഫൈൻ ചെയ്യാണ്. x minus mu by sigma, which implies സ്റ്റാൻഡേർഡൈസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ x minus mu ക്ക് പകരം expected value of x divided by variance of x, standard deviation root of variance of x, that is equal to x minus np divided by root npq. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസ് ആണല്ലോ നമ്മൾ പറയുന്നത്. ഇത്രയും ഓക്കെ ആണല്ലോ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി therefore m z of t by the definition എന്തായിരിക്കും? m z of t which is equal to m x minus mu by sigma of t അല്ലേ വരിക? m z of t എന്ന് പറയുന്നത് z ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോ എന്ത് വരും? mu by sigma എന്നുള്ളതൊക്കെ കോൺസ്റ്റന്റുകൾ വരും. എന്താണ്? x by sigma മൈനസ് മ്യൂ ബൈ സിഗ്മ ആണ് വരിക. അപ്പൊ അതിനെ എക്സ്പാൻഡ് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോ എന്ത് വരും? മ്യൂ ബൈ സിഗ്മ ഇസ് എ കോൺസ്റ്റന്റ് അല്ലെ? അപ്പൊ എന്ത് വരും? ഇ റേസ് ടു മൈനസ് മ്യൂ ടി ബൈ സിഗ്മ ഇൻറ്റു എം എന്ത് വരും? എം എക്സ് ഓഫ് ടി ബൈ സിഗ്മ എന്ന് വരും. എഴുതി നോക്കുക, സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കത് കിട്ടും. ഇതിന്റെ എക്സ്പെക്ടേഷൻ ഇ റേസ് ടു പവറിലൊക്കെ എടുത്ത് സോൾവ് ചെയ്ത് നമുക്ക് ഇതിനെ ഈ രീതിയിലേക്ക് എഴുതാം. അപ്പൊ ആ സ്റ്റെപ്പ് ഞാൻ അവിടെ ഒഴിവാക്കി. ഇനി എം എക്സ് ഓഫ് ടി is equal to q plus p e raised to t all raised to n ആണെങ്കിൽ ടി ബൈ സിഗ്മ വരുമ്പോ എന്ത് വരും? ആ ടി ബൈ സിഗ്മ അവിടെ വരും. അത്രയല്ലേ വ്യത്യാസമുള്ളൂ. അത് തേർഫോറും കൂടെ എന്ത് എഴുതാം? e raised to minus mu t by sigma into q plus p raised to t by sigma all raised to n എന്ന് പറഞ്ഞു. Just a substitution. നമ്മൾ എവിടുന്ന തുടങ്ങിയ? mz of t. അപ്പൊ ടേക്കിംഗ് log on both sides, രണ്ട് സൈഡിൽ log എടുക്കുമ്പോൾ എന്ത് വരും? log mz of t equal to minus mu t by sigma
പ്ലസ് n ഇൻറ്റു ലോഗ് ഓഫ് q പ്ലസ് p e റേസ് ടു t ബൈ സിഗ്മ. സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. കുറച്ച് സ്റ്റെപ്പുകൾ അഡ്വാൻസിൽ ചെയ്തു പോയതാണ്. അപ്പൊ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഞാൻ അവിടെ അപ്ലൈ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ ടി ബൈ സിഗ്മ പ്ലസ് n ലോഗ് Q എന്ന് പറയുന്ന ടേം ഉണ്ട് അവിടെ. Q അങ്ങനെ തന്നെ വന്നു. Q പ്ലസ് P ഇൻറ്റു ഇ റേസ് ടു ടി ബൈ സിഗ്മ. എന്താ ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര. അപ്പൊ ഇവിടെ എന്ത് വരും? 1 പ്ലസ് ടി ബൈ സിഗ്മ പ്ലസ് t by sigma all square by 2 factorial plus t by sigma all cube by 3 factorial plus etc. plus etc. അപ്പൊ എന്ത് വന്നു? ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. therefore log mz of t is equal to minus mu t by sigma plus n log q plus p into 1 plus t by sigma plus t square by 2 sigma square plus etc. ഒന്നു. ഇപ്പൊ ലോഗ് 1 പ്ലസ് എക്സിന്റെ എക്സ്പാൻഷൻ എന്താ? ലോഗ് 1 പ്ലസ് എക്സ് അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? പി ഇൻറ്റു 1 പി പ്ലസ് റിമൈനിങ് ടേം ഇൻറ്റു പി എന്ന് എനിക്ക് എഴുതാം. അപ്പൊ പി പ്ലസ് ക്യൂ എന്തായി? 1 ആയി. 1 പ്ലസ് പി ഇൻറ്റു ടി ബൈ സിഗ്മ പ്ലസ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു സിഗ്മ സ്ക്വയർ പ്ലസ് എക്സിട്ര എന്നുള്ള രീതിയിൽ റിമൈനിങ് ടേം പോകും. ദാറ്റ് ഈസ് n log of 1 plus x. ഇപ്പൊ log 1 plus x എന്താ? log 1 plus x എന്താ? log 1 plus x എന്ന് പറയുന്നത് എന്താ വരിക? x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് അങ്ങനെ പോകും. അതായത് ആദ്യം എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ ടി ബൈ സിഗ്മ പ്ലസ് n log 1 plus x എന്ന് പറഞ്ഞാൽ n ഇൻറ്റു പി ഇൻറ്റു ടി ബൈ സിഗ്മ പ്ലസ് ടി ബൈ 2 ഫാക്ടോറിയൽ സിഗ്മ സ്ക്വയർ പ്ലസ് ടി ക്യൂ ബൈ ബാക്കി ടേമുകൾ മൈനസ് 1 പ്ലസ് അല്ല 1 അല്ല എന്താണ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് രണ്ടാമത്തെ ടേം വരിക. അപ്പൊ ആദ്യത്തെ ടേം എക്സ് തന്നെ വന്നു. രണ്ടാമത്തെ ടേം എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോ പി സ്ക്വയർ ടി ബൈ സിഗ്മ പ്ലസ് ടി സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ പ്ലസ് എക്സിട്ര ഓൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സിട്ര ആയിട്ട് പോകും. അപ്പൊ ഇതിനകത്ത് നിന്ന് അതായത്
log 1 plus x is equal to x minus x square by 2 factorial plus x cube by 3 factorial minus x raised to 4 by factorial എന്നുള്ള രീതിയിലാണ് അത് എക്സ്പാൻഷൻ പോവുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു 4 ടേമിനെ എടുക്കുന്നു. ഏതൊക്കെ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് പോകുന്നത് വരെ n into pt, that is n pt by sigma plus n pt by 2 sigma square plus n pt by sigma square minus plus അല്ല minus p square അല്ല ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലത്തെ ടേമുകളെ a plus b whole square എന്നുള്ള ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഞാൻ അതിനകത്തുനിന്ന് വേണ്ട ഒരു ടേം മാത്രം എടുക്കണം. ഒരു ടേം അത് അതിനകത്ത് ഉണ്ടാവും എന്നുള്ള ഒരു ടേമാണ് p square t square divided by 2 sigma square. ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ എന്തായാലും വരുമല്ലോ അല്ലേ? ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ വരും. സ്ക്വയർ ചെയ്യുമ്പോൾ പി സ്ക്വയർ ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ പി സ്ക്വയർ ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ഇൻറ്റു 2, ദാറ്റ് ഈസ് പി സ്ക്വയർ ടി സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ പ്ലസ് ഓൾ അതർ ടേം ഓഫ് 1 by n raised to 3 by 2 ഫോമിലുള്ള എല്ലാ ടേമുകളും. ഓക്കെ, അപ്പൊ നമ്മള് ബാക്കിയുള്ള ടേമുകളെ അവിടെ നിർത്തിയിട്ട് ഇതിലെ റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പൊ പി ടി സ്ക്വയർ ഒരു പി 1 മൈനസ് പി പുറത്തേക്ക് വരും. കോൺസ്റ്റന്റ് പുറത്തേക്ക് ഇവിടെ നോക്കുക. ഇവിടെ ഇൻറ്റു എന്നും കൂടി ഉണ്ടല്ലോ, n കോമൺ ആണ്. അപ്പൊ വേണമെങ്കിൽ ഞാൻ n എന്ത് ചെയ്തു ഇവിടെ എഴുതി പ്ലസ് n ഇൻറ്റു എന്ന് എഴുതി. അപ്പൊ n ഞാൻ ഉള്ളിലേക്ക് എടുത്തില്ല. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ഒരു ടി സ്ക്വയർ ഉണ്ടല്ലോ. അപ്പൊ എന്ത് വന്നു? പി ടി സ്ക്വയർ എന്ന് വന്നു. ഇവിടെ പി സ്ക്വയർ ഇല്ലേ, പി ടി സ്ക്വയർ, ടി സ്ക്വയർ 2 സിഗ്മ സ്ക്വയർ. അപ്പൊ ഇവിടെ ഒരു പി പുറത്തെടുക്കുന്നത് വരും പി ടി ബൈ സിഗ്മ പ്ലസ് പി ഇൻറ്റു അല്ല പി അല്ല ടി സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ ഇൻറ്റു പി. പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? 1 മൈനസ് പി എന്ന് വരും പ്ലസ് ഓൾ അതർ ടേംസ് ഓഫ് 1 by n raised to 3 by 2. അതാ ബാക്കി എല്ലാ ടൈമിനും നമ്മൾ അങ്ങനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു മാത്രം. ഓക്കെ, എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഈ രണ്ട് ടൈമിൽ നിന്നും കൂടെ പി ടി സ്ക്വയർ ബൈ 2 സിഗ്മ സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 1 വരും. ഇവിടെ ഒരു പി റിമൈനിങ് വരും, ദാറ്റ് ഈസ് 1 മൈനസ് പി. അപ്പൊ പ്ലസ് n ഇൻറ്റു മ്യൂ ടി ബൈ സിഗ്മ ഉണ്ട്. ഞാൻ ഇനി ബാക്കി മുകളിലത്തെ മാക്കിയാണ്. therefore log mz of t is equal to minus mu t by sigma plus n into pt by sigma plus pq t square by 2 sigma square അല്ലേ? 1 minus p എന്ന് പറഞ്ഞാല് q ആണ്. plus all of the എന്താണ് plus all other term of 1 by n raised to 3 by 2, that is equal to minus mu t by sigma plus npt by sigma plus npq t square by 2 sigma square plus x all other terms of ശരിയല്ലേ? അപ്പൊ np എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് കൊടുക്കാം? മ്യൂ എന്ന് കൊടുക്കാം. np എന്ന് പറയുന്നത് മ്യൂ ആണ്. അപ്പൊ ഇവിടെ ഒരു മൈനസ് മ്യൂ ടി ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് മ്യൂ ടി ഉണ്ട്, അത് പോയി അല്ലേ? മൈനസ് മ്യൂ ടി ബൈ സിഗ്മ ഉണ്ട്, പ്ലസ് മ്യൂ ടി ബൈ സിഗ്മ ഉണ്ട്. ഇനി എൻ പി ക്യു എന്ന് പറയുന്നത് എന്താ? വേരിയൻസ് ആണ് അല്ലേ? അപ്പൊ എൻ പി ക്യു എന്ന് പറയുന്നത് വേരിയൻസ് ആണ്. അപ്പൊ എന്ത് അത് ക്യാൻസൽ ചെയ്ത് വിട്ടും. therefore log mz of t which is equal to എന്താ വരുന്നത്? t square by 2 plus all other term of 1 by n raised to 3 by 2 എന്നുള്ളതാണ് കിട്ടുന്നത് അല്ലെ? ക്യാൻസൽ ചെയ്ത് പോയിട്ട്
ഇനി ആ സെന്റൻസ് ടു ഇൻഫിനിറ്റി അപ്പൊ എന്താ സംഭവിക്കുക? log mz of t equal to this become എന്താവും t square by 2 as n tends to infinity ആകുമ്പോൾ എന്ത് വരും? log mz of t എന്നുള്ളത് ഇങ്ങനെ കിട്ടും. log mz of t ഇതാണെങ്കിൽ എന്താണ്? mz of t എന്തായിരിക്കും? ആന്റി ലോഗ് എടുക്കുമ്പോൾ എന്ത് വരും? mz of t is equal to e raised to t square by 2. e raised to t square by 2 എന്ന് പറഞ്ഞാൽ എന്തായി? ഇതെന്തിന്റെ mgf e square t by 2 എന്ന് പറയുന്നത്? This is the mgf of standard normal variate. Standard normal variate mgf കിട്ടിയില്ലേ? അപ്പൊ എന്താ സംഭവിച്ച? സെന്റൻസ് ടു ഇൻഫിനിറ്റി എന്ത് സംഭവിച്ചു? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടെൻസ് ടു നോർമൽ എന്ന് കിട്ടും. ഹെൻസ് പ്രൂഫ്.